ഇനി നമുക്ക് ഓളപ്പരപ്പിലെ ആവേശ കാഴ്ചകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കേണ്ടതുണ്ട്. നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ഇനി 2 നാൾ മാത്രം. ആലപ്പുഴയും പുന്നമടയും വലിയ ആവേശത്തിലാണ്. 19 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 74 വള്ളങ്ങളാണ് ഇത്തവണ പോരാട്ടത്തിന്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പായിപ്പാടൻ ചുണ്ടന്റെ ക്യാമ്പിൽ നിന്നും നമ്മുടെ പ്രതിനിധി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. ദിശയിലേക്ക് നമുക്ക് എത്താം. വളരെ വിപുലമായ രീതിയിൽ തന്നെ വള്ളംകളി തത്സമയം നൽകാൻ ജനം TV ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. 2 നാൾ മാത്രം പൊരിഞ്ഞ ആവേശ കാഴ്ചകളാണ് പുന്നമട നിന്ന് വരാനിരിക്കുന്നത്. നിഷ, എന്തായി? തികഞ്ഞ ആവേശത്തിലാണോ? പ്രേക്ഷകർക്കായി ഒരു കർട്ടൻ റൈസർ, ഒരു പ്രിവ്യൂ കാണിക്കാമോ? പ്രതിഫല, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പായിപ്പാടൻ ചുണ്ടന്റെ പരിശീലന ക്യാമ്പിലാണ് ഉള്ളത്. ഇവർ നീണ്ട 1 മാസം നീണ്ട ഒരു പരിശീലനമൊക്കെ അവസാന ഘട്ടത്തോടടുക്കുകയാണ്. ആര്യാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ പരിശീലന ക്യാമ്പ് ഉള്ളത്. 1 മാസം നീണ്ട പരിശീലനം അതിന്റെ അവസാന ഘട്ടത്തോടടുക്കുന്നു. വെള്ളത്തിലും ഒപ്പം തന്നെ കരയിലും 1 മാസം നീണ്ട പരിശീലനമായിരുന്നു. പ്രത്യേക കായിക പരിശീലനം, അതിന്റെ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കായിക പരിശീലനം, അതിനുശേഷം അവർ കായലിൽ തുഴയാൻ പോകുന്നു. ഇന്നിപ്പോൾ പരിശീലനം ഇവർ ഈ പായിപ്പാടൻ ചുണ്ടലിൽ തന്നെയാണ് പരിശീലനം നടത്തുന്നത്. അതിനുശേഷം ഇവിടെ നടക്കുന്ന ഈ കായിക പരിശീലനം കഴിഞ്ഞാൽ ഉടൻ തന്നെ കായലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പരിശീലന ക്യാമ്പ് ഉള്ളത്. അതിനുശേഷം കായലിലെ പരിശീലനം. ആ പരിശീലനത്തിന് ശേഷം ഇന്ന് വള്ളങ്ങൾ കരയിലേക്ക് കയറ്റും. വള്ളം കരയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവസാനവട്ട മിനുക്ക് പണികളൊക്കെ ഉണ്ടാകും. ആ അവസാനവട്ട മിനുക്ക് പണികൾ കഴിഞ്ഞതിന് ശേഷം ജലോത്സവത്തിന്റെ അന്ന് മാത്രമായിരിക്കും പിന്നീട് തുഴയാനായി വള്ളം കായലിലേക്ക് ഇറക്കുക. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഈ പായിപ്പാടൻ ചുണ്ടന്റെ ക്യാപ്റ്റൻ ജോസ് ആറാത്തുംപടിയാണ്. എങ്ങനെ 1 മാസം നീണ്ട പരിശീലനമായിരുന്നു? ഇടയ്ക്കൊരു അനിശ്ചിതത്വമൊക്കെ വന്നു. നിങ്ങൾ ക്യാമ്പൊക്കെ തുടങ്ങിയിരുന്ന സമയമാണ്. അതെല്ലാം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. വീണ്ടും പരിശീലനം തുടങ്ങി. എന്താണ് ഈ ഒരു അവസാന നിമിഷം, എന്താണ് പ്രതീക്ഷ? വീണ്ടും പരിശീലനം വളരെ ശക്തമായി തന്നെയാണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വള്ളം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അല്ലല്ലോ നിശ്ചയിക്കുന്നത്, ജഗദീശനാണ് നിശ്ചയിക്കുന്നത് ആര് ജയിക്കണം തോൽക്കണം എന്നുള്ളത്. അവസാനം 4 മിനിറ്റിൻ്റെ ഒരു കളിയാണ് വള്ളംകളി എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ വള്ളത്തെ സംബന്ധിച്ച് നല്ല വള്ളമാണ്. ഞങ്ങളുടെ ടീം എല്ലാം നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് പുറത്തുനിന്ന് ആരും തന്നെ ഇല്ല. നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിലെ പിള്ളേരെ കൊണ്ടുവന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ടീമിനെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അന്യസംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളും നമുക്കില്ല. മറ്റു വള്ളങ്ങളിലെല്ലാം അന്യസംസ്ഥാനത്തു നിന്നുണ്ടെങ്കിൽ നമുക്കില്ല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഈ വർഷത്തെ. പിന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല അച്ചടക്കമുള്ള അനുസരണമുള്ള കുട്ടികളാണ് നമ്മുടെ പിള്ളേരെല്ലാവരും. വള്ളം ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട്. മൂലം വള്ളംകളി ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബാണ് മൂലം വള്ളംകളി ജയിച്ചത്. കഴിഞ്ഞ ഈ വർഷത്തെ മൂലം വള്ളംകളി നടന്ന് ജയിച്ചത്. അതുപോലെ ഞങ്ങളുടെ വള്ളമാണെങ്കിലും നല്ല വള്ളമാണ്. അതുപോലെ 99 പായിപ്പാടൻ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട വള്ളമാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ടൗൺ ബോട്ട് ക്ലബ്ബ് 4 തവണ നെഹ്റു ട്രോഫി നേടിയതാണ്. ആ ഒരു പിൻബലത്തോടു കൂടി തന്നെയാണ് ഇത്തവണ ഈ ടൗൺ ബോട്ട് ക്ലബ്ബ് പായിപ്പാടൻ ചുണ്ടലിൽ മത്സരിക്കുന്നത്. 100%. കാരണം ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ, ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നല്ല അനുസരണമുള്ള കുട്ടികളാണ്. അങ്ങനെ തന്നെ പോകുന്നു. വള്ളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 99 പേരോളം ഉണ്ട് കുട്ടികൾ. അതായത് 85 തുഴക്കാരാണ് ഇതിലുള്ളത്. പിന്നെ 5 പങ്കായും 5 നിലക്കാർ, 2 ജിഞ്ചിലം, 2 ഇടിയന്മാർ, അങ്ങനെ ഉൾക്കൊള്ളുന്ന കുട്ടികളാണ്. എല്ലാവരുടെയും സ്റ്റാമിന എല്ലാം ക്രമീകരിച്ച് തന്നെയാണ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഭക്ഷണമാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. എപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണം, മിക്കവാറും വെജിറ്റേറിയനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. പണ്ടൊക്കെ ബീഫും മറ്റുമൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇവിടെ തന്നെ പാചകം ചെയ്താണ് നമ്മൾ ഭക്ഷണം എല്ലാം കൊടുക്കുന്നത്. കൃത്യമായ ഡയറ്റ് പ്ലാൻ അനുസരിച്ചിട്ടാണ്. അതെ, ഡയറ്റ് ഓരോ ദിവസവും ഡയറ്റ് ക്രമീകരിച്ചാണ്. പിന്നെ വള്ളത്തിന്റെ പരിശീലന ക്യാമ്പ് ശരിക്കും ഒരു പട്ടാള ക്യാമ്പ് പോലെ ഒരു ചിട്ടയോടുകൂടി പോകുന്നതാണ്. 100% ചിട്ടയോടാണ്. 5:30 ആകുമ്പോഴത്തെ കുട്ടികളെല്ലാം എഴുന്നേൽക്കും. 5:30 അതിൻ്റെ ഒരു ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിച്ചതിന് ശേഷം പ്രാക്ടീസ് തുടങ്ങും. ഇപ്പം പ്രാക്ടീസ് നടക്കുകയാണ്. ഏകദേശം ഒരു 9 മണിയോടുകൂടി ചൂണ്ടൻ വള്ളത്തിൽ കയറി പ്രാക്ടീസ് തുടങ്ങും. കുട്ടികളെ സെലക്ട് ചെയ്ത് തന്നെ പല രീതിയിൽ തന്നെയാണ്. തുഴച്ചിൽ മാത്രമല്ല, അവരുടെ ഫിസിക്കൽ ടെസ്റ്റും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവരെ സെലക്ട് ചെയ്തെടുത്തത്. ഏകദേശം ഒരു 300 പേരോളം നമുക്ക് വന്നിരുന്നു നമ്മുടെ ക്യാമ്പിൽ സെലക്ഷൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്താണ് ഇത്ര കുട്ടികളെ.
ഇനിയിപ്പം ഫിസിക്കൽ ട്രെയിനിങ് കഴിഞ്ഞു, ഇതിനൊക്കെ പ്രത്യേകം കോച്ചല്ലേ വള്ളത്തിലെ പരിശീലനത്തിന്, ഒപ്പം തന്നെ ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഒക്കെ പ്രത്യേകം കോച്ചുമാർ വന്നിട്ടല്ലേ ഇവർക്ക് പരിശീലനം നടത്തുന്നത്? അതെ, കോച്ചുമാരുണ്ട്. വള്ളത്തിൽ ലീഡിംഗ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരാണ് വള്ളം നിയന്ത്രിക്കുന്നത്. ഇവരുടെ പരിശീലനം മറ്റും കോച്ചാണ് ചെയ്യിക്കുന്നത്. ഇതിപ്പം എത്ര ദിവസമായി കായിക പരിശീലനം അടക്കം ഇവിടെ തുടങ്ങിയിട്ട്? ഏകദേശം നമ്മളൊരു 24 ദിവസത്തോളമായി ടോട്ടൽ, പഴയതോടെ കൂട്ടി. സാധാരണ ഇപ്പം ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്ത കുറേ വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം മണിപ്പൂരിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ തുഴയാനായിട്ട് വരുന്നൊരു സാഹചര്യമാണ്. മറ്റു വള്ളങ്ങളിലൊക്കെ ആ ഒരു രീതിയിൽ തന്നെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം, നെഹ്റു ട്രോഫി വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ ഏത് വള്ളംകളി ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുമ്പോൾ കുട്ടനാടിന്റെ ഒരു കൈക്കരുത്തും മെയ്ക്കരുത്തും ഒക്കെ തെളിയിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ആഘോഷം ഒക്കെ തന്നെയായിരുന്നു കുട്ടനാട്ടുകാർക്ക്. പക്ഷെ ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് പുറത്തു നിന്നുള്ള ആളുകൾ, നമ്മുടെ നാട്ടിൽ തുഴയാൻ ആളുകൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ തുഴയാനായി വന്നിരുന്നു. ഇപ്പം ഇവിടെ ഇല്ല, എല്ലാവരും തന്നെ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞു. കുട്ടനാട്ടുകാർ എത്ര പേരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ? കുട്ടനാട്ടുകാർ ഏകദേശം ഒരു 48-49 പേരോളം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അന്യസംസ്ഥാനത്ത് നമ്മൾ ആളുകളെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവർക്ക് ഇത്രയും പെർഫോമൻസ്, നമ്മുടെ കുട്ടികളുടെ അത്രയും പെർഫോമൻസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവരെ പറഞ്ഞു വിടുക ചെയ്തത്. നമ്മൾ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവരെ ഇവിടെ കൊണ്ടുവന്നു, മണിപ്പൂരിൽ നിന്നും കൊണ്ടുവന്നു, കാശ്മീരിൽ നിന്നും കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് ഇത്രയും പെർഫോമൻസ് ഞങ്ങൾ അവരിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ വിടാം. അവർ വേറെ സ്റ്റൈലിലാണ് തുഴയുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം. ഇപ്പൊ വഞ്ചിപ്പാട്ടൊക്കെ പാടി ഒരു പ്രത്യേക താളത്തിലും ഈണത്തിലും ഒക്കെയാണ്, നമ്മുടെ കുട്ടനാടൻ രീതിയിലാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമ്പോൾ ഈ വഞ്ചിപ്പാട്ടൊക്കെ പാടുന്നത്. അതിനൊക്കെ പ്രത്യേക ആളുകൾ നിങ്ങൾക്കൊപ്പം ഉണ്ടോ? പാടാനുള്ള കുട്ടികളൊക്കെ ഉണ്ട്. നാടൻ പാട്ടും വഞ്ചിപ്പാട്ടും ഒക്കെ പാടാനുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ താളക്കാരെന്ന് പറയുന്നത് പാട്ടാണ് മെയിൻ, പിന്നെ വള്ളം നിയന്ത്രിക്കുന്നത് അവരാണ്. പൈപ്പാടൻ ചുണ്ടൻ നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ഒരു ചുണ്ടൻ വള്ളമാണ്. പൈപ്പാട് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്പലപ്പുഴയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. കുട്ടനാടിന്റെ ഒരു ഹൃദയഭാഗമായി തന്നെ വരുന്ന ഒരു പ്രദേശമാണ് പായിപ്പാട് എന്ന് പറയുന്നത്. വലിയ ആവശ്യത്തിലാണ് പായിപ്പാടുകാരെല്ലാം, വളരെ ആവശ്യത്തിലാണ്. നമുക്ക് വള്ളം തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജയിക്കും. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് നല്ല ടീം എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷ ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഓരോ കരക്കാരുടെ ഒരു വികാരം തന്നെയാണ്. അപ്പൊ ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ആ ഒരു മിനുക്കുമണികളൊക്കെ തീർത്ത് ഈ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഒരുക്കി കരക്കാരെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കരക്കാരുടെ ഒരു ആവേശവും നിങ്ങൾക്കൊപ്പം ഇല്ലേ? 100%. അവർ ദിവസവും നമ്മുടെ പ്രാക്ടീസിന് വരികയും അവർ ആത്മാർത്ഥമായിട്ട് വന്ന് സഹകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളോടൊപ്പം. പിന്നെ അവർക്ക് കൂടുതൽ ആവേശമാണ് വള്ളം, എങ്ങനെയെങ്കിലും വള്ളം ജയിച്ച് കാണണം എന്നുള്ള. അതാണല്ലോ അവരുടെ വള്ളത്തിന്റെ പേരല്ലേ പായിപ്പാട്, വള്ളം ജയിക്കണം എന്നാണ് അവർക്കും ആഗ്രഹം. ഞങ്ങളുടെ ആഗ്രഹം തന്നെയാണ്. ദൈവത്തിന്റെ കയ്യിലാണ് ഇനി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ പ്രാക്ടീസ് എങ്ങോട്ടാണ്? ഇനിയിപ്പോൾ ഈ പ്രാക്ടീസ് നേരെ വള്ളത്തിലേക്ക് പോവാണ്. വള്ളത്തെ പ്രാക്ടീസിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് വള്ളം കരയ്ക്ക് കയറ്റുവാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, ഇവരോട് വരണ്ടേ? പ്രദീപിള്ള, ഇവിടെ ഈ ക്യാമ്പിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവർ ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ തൊട്ടടുത്ത കായലിലാണ് പരിശീലനം നടക്കുക. ആലപ്പുഴ നെഹ്റു ട്രോഫിയിലെ ആ ഒരു തുഴച്ചിൽ ട്രാക്ക് എന്ന് പറയുന്നത് 1.150, അതായത് 1 കിലോമീറ്റർ 150 മീറ്റർ ട്രാക്കാണ്. ആ ട്രാക്കിൽ ഉള്ള പരിശീലനം, അതായത് അത്രയും ദൂരം തുഴയാനായി ഉള്ള ഒരു പരിശീലനമാണ് ഇവർക്ക് നൽകുന്നത്. ട്രാക്ക് എൻട്രി തന്നെയുണ്ട്. അതായത് സാധാരണ ഇപ്പൊ ഏത് കരക്കാരുടെ വള്ളമാണോ ആ വള്ളം അവരുടെ ആ ഭാഗത്തുള്ള കായലിലും ഒപ്പം തന്നെ തോടുകളിലും ഒക്കെ വള്ളത്തിൽ ഇവർ പ്രാക്ടീസ് നടത്തും. പക്ഷെ അതിനുശേഷം പുന്നമടയിലെ ട്രാക്കിൽ മത്സര ദിവസം തുഴയേണ്ട ട്രാക്ക് എൻട്രി നടത്തി എല്ലാ വള്ളങ്ങളും തുഴയും. അതുപോലെ ട്രാക്ക് എൻട്രി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വള്ളങ്ങൾക്കുണ്ടായിരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നൽകിയ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. ട്രാക്ക് എൻട്രി എല്ലാ വള്ളങ്ങളും നടത്തി കഴിഞ്ഞ വലിയ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം തുടങ്ങിയ പരിശീലനം ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി. വീണ്ടും ഇവർ പരിശീലനം തുടങ്ങിയിട്ട് എല്ലാ വള്ളങ്ങളും തന്നെ 2 ആഴ്ചയോളം നീണ്ട പരിശീലനം വീണ്ടും തുടങ്ങി. നെഹ്റു ട്രോഫി എന്നാണെന്ന് കൃത്യമായ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പരിശീലനം തുടങ്ങി. അങ്ങനെ ഇവരുടെ ഈ പരിശീലനമൊക്കെ ഒരു അവസാന ഘട്ടത്തോടെടുക്കുന്നു. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 19 ചുണ്ടൻ വള്ളങ്ങളടക്കമാണ് ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത്. ആലപ്പുഴയും പുന്നമടയും ഒക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. ആലപ്പുഴക്കാരെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പുന്നമടക്കാരെ, കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളംകളി എന്ന് പറയുന്നത് അവർക്ക് മറ്റേതൊരു ആഘോഷത്തെക്കാളും പ്രധാനമാണ്. കുട്ടനാടിന്റെ ഒരു കുട്ടനാട്ടുകാരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആഘോഷം തന്നെയാണ് വള്ളംകളി എന്ന് പറയുന്നത്. ഈ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു, കുട്ടനാട് ഒരുങ്ങിക്കഴിഞ്ഞു, പുന്നമട കായൽ വള്ളംകളിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ തരത്തിലും വലിയ ഒരു സുസജ്ജമായ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം
ഒരുക്കിക്കൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഒപ്പം തന്നെ ആലപ്പുഴയും ഒക്കെ ഈ വള്ളംകളിക്കായി ഒരുങ്ങിയിരിക്കുന്നത്. 19 ചുണ്ടൻ വള്ളങ്ങൾ ഇനി 2 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 2 ദിവസം കൂടി ബാക്കി നിൽക്കെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും വള്ളംകളിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. അവസാന ഘട്ട പരിശീലനവും ചുണ്ടൻ വള്ളങ്ങൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ഈ കോച്ച് പറഞ്ഞതുപോലെ തന്നെ എല്ലാ രീതിയിലും, അതായത് 1 മാസം നീണ്ട പരിശീലനം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി വള്ളംകളിക്കായി ഒരുങ്ങാനായി. ഇന്ന് ഇപ്പോൾ വള്ളം കയറ്റും. എല്ലാ വള്ളങ്ങളും അവസാനവട്ട ഒരു മിനുക്കുപണിയുണ്ട്. അതിനായി ഇന്നത്തെ ഒരു പ്രാക്ടീസോട് കൂടി തന്നെ വള്ളം കരയിലേക്ക് കയറ്റും. പിന്നീട് ഇവർക്ക് വള്ളത്തിൽ പരിശീലനം ഉണ്ടാവില്ല. പിന്നീട് റെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനിയുള്ളത്. ഇനിയിപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ്ങും പിന്നെ ഇവർക്ക് വിശ്രമം നൽകുന്നുണ്ട്. അതിനുശേഷം 28-ാം തീയതി നമ്മുടെ കായലിലേക്ക് മാത്രമായിരിക്കും. എന്തായാലും തികഞ്ഞ ആവേശത്തിൽ തന്നെയാണ് കരുത്തും താളവും ഒത്തൊരുമിക്കുന്ന നെഹ്റു ട്രോഫിക്കായുള്ള തയ്യാറെടുപ്പുകൾ. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വിശേഷങ്ങൾ, ഓളപ്പരപ്പിലെ ആവേശവുമൊക്കെയായി വീണ്ടും ചേരുക.